രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണക്കത്തുമായി വന്നു ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഡൽഹിയിൽ. സീതാറാം യെച്ചൂരി ചോദിച്ചു, എന്താ കത്ത്? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നു. പോവല്ലേ, മറുപടി ഇപ്പൊ തരാം. മറുപടി കൊടുത്തു. എന്താ മറുപടി? നോ, വരുകില്ല. എന്താ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ക്ഷേത്രത്തിൽ പോകാത്ത? ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങൾക്ക് ഇതാ ഇവരെ പോലെയുള്ളവര് ഗാനമേള നടത്തുമ്പോ ആ ഗാനമേള കേൾക്കാൻ അമ്പലത്തിൽ ആരാ പോകുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ. ചിലപ്പോ ഒരു വിപ്ലവ ഗാനം പാടും, കമ്മ്യൂണിസ്റ്റുകാർ കൊടി വീശും. കണ്ടില്ല നിങ്ങള്? നമ്മൾ ക്ഷേത്രോത്സവത്തിന് പോകാതിരുന്നിട്ടുണ്ടോ? പള്ളി പെരുന്നാളിന് പോകാതിരുന്നിട്ടുണ്ടോ? കുണ്ടോട്ടി നേർച്ചയ്ക്ക് പോകാതിരുന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ മറുപടി കൊടുത്തു, വരുകില്ല. ഇയാൾ കത്തുമായിട്ട് നേരെ BJP ഓഫീസിലേക്ക് അല്ല പോയത്, ഇടയ്ക്ക് വേറെ ഓഫീസ് കത്ത് കൊടുക്കാണ്ട്. ഏതാണ് ഓഫീസ്? AICCന്റെ ഓഫീസ്. കത്ത് കൊടുത്തു, രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് വരണം. പ്രത്യേക AICCന്റെ യോഗം ചേർന്നു. ആലോചിച്ചു. ചിലര് പറഞ്ഞു പോവണം, ചിലര് പറഞ്ഞു പോവണ്ട, ചിലര് പറഞ്ഞു പോണ്ടണം. നിങ്ങൾക്ക് മനസ്സിലായോ? പോണ്ടണം എന്ന് പറഞ്ഞാൽ എന്താ? പോവണ്ട എന്ന് മൃദുവായി തീരുമാനിച്ചു. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി, ഹിമാചൽ പ്രദേശിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോയി, മന്ത്രിമാര് പോയി. ഒറ്റ ചോദ്യം കോൺഗ്രസേ, BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. മനസ്സിലാക്കുക, BJP ഭരിക്കുന്നത്. എന്തിനാ ഹിമാചൽ പ്രദേശിൽ പൊതു അവധി പ്രഖ്യാപിച്ചത്? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം പറ. നാളെ ഈ അങ്ങാടിയിൽ മൈക്ക് കെട്ടി മുസ്ലിങ്ങളോട് പറ, നീ മതന്യൂനപക്ഷങ്ങളോട് പറ. എന്താ നിങ്ങൾ പോയി? വിവിധ സംസ്ഥാനങ്ങളിലെ AICC മെമ്പർമാര് പോയി, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാര് പോയി, ഞങ്ങൾ പോയില്ല. അപ്പൊ മുരളീധരന്റെ ഒരു മറുപടി, K മുരളീധരൻ. എന്താ മുരളീധരൻ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ അമ്പലം? കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലമുണ്ടോ? ജാതി മതവും ചാത്തനും പോത്തനും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഓരോ ഉദ്ഘാടനത്തിന് പോവാത്തതിൽ അത്ഭുതമുണ്ടോ? പ്രിയപ്പെട്ട മുരളീധര, എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, അങ്ങയുടെ വന്ധ്യനായ പിതാവുണ്ടല്ലോ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ, ഈ ഭൂമി മലയാളത്തിൽ കൊടുങ്കാറ്റുണ്ടായാൽ, പേമാരി ഉണ്ടായാൽ, ഈ ഭൂമി മലയാളം ആമ്പലം പറഞ്ഞാൽ എന്തു സംഭവിച്ചാലും മലയാള മാസം 1-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ അങ്ങയുടെ വന്ധ്യനായ പിതാവ് മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ. ആ ക്ഷേത്ര നഗരത്തിന്റെ പേരെന്താണെന്നറിയോ? ഗുരുവായൂര്. ഗുരുവായൂരിനെ കുറിച്ച് യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്റെ ഈ ചെലമ്പിച്ച ശബ്ദത്തിൽ ഞാനിപ്പോൾ അത് പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങൾ എന്നെ എറിയും എന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഒന്ന് പറയാ, എന്താ യേശുദാസ് പാടിയത്? ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. യേശുദാസിന് അകത്തേക്ക് കയറാൻ പറ്റൂല. എന്താ കാരണം? യേശുദാസ് ക്രിസ്ത്യാനിയാണ്. പ്രിയപ്പെട്ട മുരളീധര, ഈ കേരളത്തിലെ സകല ഹിന്ദുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ, ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ, പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് പരിഹാരം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഒരുമിച്ചു പോയി. ഗുരുവായൂരമ്പലത്തില് അവിടെ എത്തിയപ്പോൾ അവരിൽ ചിലരുടെ മുമ്പിൽ ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. എന്താ കാരണം? RSSന്റെ തത്വസംഹിത ഇന്ത്യയിലെ ഹിന്ദുവിനെ 4ആയി തിരിച്ചു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. ശൂദ്രനേക്കാളും താന്നവര് ആരാ? പറയര്, പുലയര്. നാന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ, കേരളത്തിൽ പറയര്, പുലയര് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ നാവ് വായിലിടുന്നതിന് മുമ്പ് വായിലെ പല്ല് നിലത്തുണ്ടാവും. അതാ കേരളം. മനസ്സിലായ നിങ്ങൾക്ക്? ഇവർക്ക് പ്രവേശനമില്ല. എന്നാ ഇപ്പൊ ഒന്ന് പോയി നോക്ക്. ഗുരുവായൂർ പോയരില്ല ഇവിടെ? ഉണ്ട്. ഇവിടെ ഗോവിന്ദമാഷ് പറഞ്ഞ ഒരു ഭക്തരാണ്. ഗുരുവായൂർ പോയരില്ല ഇവിടെ? നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ഒരു ഗേറ്റ് കാണും. എന്താ ഗേറ്റിന്റെ പേര്? AKG ഗേറ്റ്. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയല്ല. വലിയ സമരം നടന്നു അവിടേക്ക്. ആ സമരത്തിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേര് സഖാവ് AKG. ആ സമരകാലത്താണ് കൃഷ്ണപിള്ള ഗുരുവായൂരമ്പലത്തിന് മണിയടിച്ചത്. അന്നുകൊണ്ട് മുളവടിക്കാര് കൃഷ്ണപിള്ളനെ നടപ്പുറം അടിച്ച് കടപ്പുറാക്കി. അന്ന് ആ കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ പുറമടിക്കും. AKG നിരാഹാരം കിടക്കുക ഇല്ലേ? AKGന്റെ ഭാര്യന്റെ പേരെന്താ സഖാവ്? AKGന്റെ ഭാര്യന്റെ പേര് ഗോവിന്ദമാഷ് ചോദിക്കണോ? ചോദിക്കാം, പെട്ടെന്ന് ഓർമ്മയിൽ നിങ്ങൾക്ക് പോയതുകൊണ്ടാ. സുശീല ഗോപാലൻ. ഓർമ്മല്ലേ? സുശീല ഗോപാലൻ. മുഹമ്മദ് സഖാവ് പറയാൻ പറഞ്ഞ സുശീല ഗോപാലൻ ഇല്ലേ? പക്ഷെ ഞാനൊന്ന് തിരുത്തുക, സുശീല AKGയുടെ 2ാമത്തെ ഭാര്യ. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോ AKGയുടെ ഭാര്യ അമ്മാവന്റെ മകളാണ്. AKG നിരാഹാരം കിടക്കുക. അമ്മാവൻ വന്നിട്ട് മരുവനോട് പറഞ്ഞു, എണീക്ക്, ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർ. ഏതാ AKGന്റെ ജാതി? നമ്പ്യാര്. നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള അമ്പലത്തിൽ കണ്ട പറയനും പുലിയനും ഒക്കെ വരുന്നത് നമുക്ക് അപമാനമാണ്. മരുവനെണീക്ക്. അപ്പൊ സഖാവ് AKG പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നെ കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണ്ണലിപിയിലേതി വീടിന്റെ അമ്മാരത്ത് ആണി നിറച്ചു വെക്കണം. എന്താ AKG പറഞ്ഞറിയോ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ. എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സിട്ടാവിനെ കാണാൻ സകല സൃഷ്ടികൾക്കും തുല്യ അവകാശമാണ്. അമ്മോച്ചങ്കാക്ക് മനസ്സിലായി, മരുവൻ ശരിയാവൂല. നേരെ പൊരേ പോയിട്ട് മോളെ കൈ പിടിച്ച് മരുവനടെ കിടക്കുക. കൈ പിടിച്ചിട്ട് മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തു. മുരളീധര,
സഖാബ് AKജിക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല, ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടി സമരം ചെയ്ത മനുഷ്യന്റെ പേരാണ് സഖാബ് AKജി. ഞങ്ങൾ ഏത് മതത്തിനായത്? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഗോവിന്ദ മാഷ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ബാങ്ക് കൊടുത്തു. ഗോവിന്ദ മാഷ എല്ലാവരും സഖാക്കൾ ആരോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇശാ ബാങ്ക് കൊടുത്തു, പള്ളിയിൽ പ്രസംഗം നിർത്തി. ഈ അങ്ങാടിയിൽ എത്ര പള്ളി ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ നാട്ടിൽ കൊടിയത്തൂർ 5 പള്ളിയാണ്. APക്കൊന്ന്, ഈക്കൊന്ന്, മുജാഹിദിനൊന്ന്, ജമാഅത്തിനൊന്ന്, പ്രവാചകന് ശേഷം നബി ഉണ്ട് എന്ന് പറഞ്ഞ അഹമ്മദിയാക്കളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. കാളികാവിലുണ്ടാവും, കരളായുണ്ടാവും, അവരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. 5 പള്ളി. എങ്ങനെ ഈ പള്ളി ഉണ്ടാക്കിയത്? ലീഗുകാർ പറയും ഗൾഫിൽ നിന്ന് പണം അയച്ചിട്ട് അല്ലെങ്കിൽ വഖഫ് ചെയ്തിട്ട്. വഖഫല്ല എന്ത് കുന്തം ചെയ്തിട്ടും കാര്യമില്ല, ഈ മണ്ണിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. എന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ്? 1921 നിങ്ങൾ പാടണേ. 1921 അന്ന് നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. ഞാൻ ഒരു സ്ഥലത്ത് മുമ്പ് ഈ പാട്ട് പാടിയപ്പം ബാക്കിൽ നിന്ന് ഒരു ലീഗിന്റെ കാക്ക അങ്ങനെ തലാട്ടുണ്ട്. മൂപ്പര് വിചാരിച്ചത് മോയിൻകുട്ടി വൈദ്യർ എഴുതിയെന്ന അല്ല, ഇതെഴുതിയ മനുഷ്യന്റെ പേര് സഖാബ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ലേ? പാട്ടുകാരൻ അവിടെ ഇരിക്കുന്നു. കൃത്യമായി കൈരളിയിൽ പാട്ടാരെ എഴുതിയെന്ന് ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളുടെ മുമ്പിലാ ഞാൻ ഈ പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? ആ കമ്പളത്ത് ഗോവിന്ദൻ നായരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി കുണ്ടോട്ടി സ്റ്റേഷനിലിട്ട് അടിച്ചിട്ട് കൈവിരല് മുറിച്ചു. എഴുതിയ കൈവിരല്. ഈ കവിത പ്രസിദ്ധീകരിച്ചതിനാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാർ അടച്ചുപൂട്ടിയത്. മനസ്സിലായി നിങ്ങൾക്ക്? ഇനി പള്ളി ഉണ്ടാക്കണ്ട. പിന്നെ മമ്പറം മക്കാമിൽ ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. ഇവിടെ സ്വരാജ് എപ്പോഴും പ്രസംഗിക്കണ്ടല്ലോ. നമ്മളെ കൂളിമാടക്കര എന്തിനാ സ്ഥലത്തിന്റെ പേര്? കൊന്നാര്. സ്വരാജിന്റെ പ്രസംഗത്തിലുണ്ടാവും കൊന്നാര് വള്ളിക്ക് വെടിവെച്ചതിന്റെ കഥ. സ്വരാജ് പറയാ ആ കൊന്നാര് തങ്ങള് നേതൃത്വം കൊടുക്കാണ്. അതുകൊണ്ട് പള്ളി ഉണ്ടാക്കണ്ട, മദ്രസ ഉണ്ടാക്കണ്ട. 47 സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, കോൺഗ്രസ് അധികാരത്തിൽ വന്നല്ലോ. എന്തേ നിയമം മാറ്റാൻ ഈ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നേ? 1950 പിന്നെ ഇന്ത്യ റിപ്പബ്ലിക്കായി, മദിരാശി ഗവൺമെന്റ് ഉണ്ടായി, കാമരാജ് മുഖ്യമന്ത്രിയായി. ലീഗിന് 5 MLA മാർ, 6 ഉപ്പി സാഹിബ്, സീതി സാഹിബ്, പോക്കര് സാഹിബ്, ചടയൻ സാഹിബ്, മറ്റേ സാഹിബ്, മർച്ചേ സാഹിബ്, 6. മനസ്സിലായി നിങ്ങൾക്ക്? എന്നാൽ ഈ പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നില്ല. 1957 ഏപ്രിൽ 5 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റ് ഒരുപാട് പരിഷ്കാരം കൊണ്ടുവന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഏപ്രിൽ 25 ഇവിടെ വരുന്നു. എവിടെ? പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ സ്വീകരണം കഴിഞ്ഞ് EMS പോകുമ്പോ കുറെ ആളുകൾ EMSന്റെ അടുത്തെത്തിയിട്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുത്തിട്ട് ആ നിവേദനം വായിച്ച് സഖാവ് EMS പറഞ്ഞു. എന്താ നിവേദനം വായിച്ചിട്ട് പറഞ്ഞത്? വഖഫ് ചെയ്ത ഭൂമിയും വയറിൽ പറഞ്ഞ പണവും ഉണ്ടായിട്ടും പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ അത് സ്ഥാപിക്കാൻ മദിരാശിയിലേക്ക് നടന്ന് ചെരുപ്പ് തേഞ്ഞ മുസൽമാനെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തില്ല എന്നാ പറഞ്ഞ. ഏപ്രിൽ 25. മെയ് 25 നിയമം കൊണ്ടുവന്നില്ല. മെയ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ജൂൺ മാസം 7-ാം തീയതി 1957 ജൂൺ മാസം 7-ാം തീയതി സഖാവ് EMSന്റെ ഗവൺമെന്റ് ഉത്തരവ് കൊണ്ടുവന്നു പള്ളി ഉണ്ടാക്കാൻ. അതിന്റെ കോപ്പിയാണ് ലീഗ് ഇത്. സംശയമുണ്ടോ? ലീഗിന് ജമാഅത്തിന് ഇവിടെ കൊടുക്കും. നിയമം വായിക്ക്, ഇല്ലെങ്കിൽ കേസ് കൊടു കോടതിയിൽ. ഗവൺമെന്റിന്റെ സർക്കാർ ഉത്തരവ്. എത്രയാ നമ്പർ? MA 4/16/410/57/PD. മനസ്സിലായോ? നമ്മുടെ നാട്ടില് പള്ളി ഉണ്ടാക്കാനേ നിയമം കൊണ്ടുവന്ന് നിങ്ങൾ പറഞ്ഞ ജാതി മതം ചാത്തനും പോത്തനും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാര്. ഞാൻ ചുരുക്കാം. ഇതിന് പേര് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമല്ല. എന്താ കാരണം? കാറൽ മാക്സ് പറഞ്ഞിട്ടുണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാൻ. നിങ്ങളൊന്ന് കാണിച്ചു തരാം അതെവിടെ പറഞ്ഞു. എന്താ കാറൽ മാക്സ് പറഞ്ഞത്? ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം. മർദ്ദിതന്റെ നിശ്വാസമാണ് മതം. ആ മതം കറുപ്പുമാണ്. ഇറ്റ് ഈസ് എൻ ഒപ്പിയം. EMSന്റെ നിർവചനമുണ്ട്. ആ കാലഘട്ടത്തിൽ വേദന സംഹാരിയായി ഉപയോഗിച്ചിരുന്ന ഒപ്പിയം അഥവാ കറുപ്പ്. വേദനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് കറുപ്പ് കൊടുത്താൽ ഒരാശ്വാസം കിട്ടും. ഇപ്പൊ കുറെ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രസവിച്ചവരുണ്ടാവും, പ്രസവിക്കാത്തവരുണ്ടാവും. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവും, ശരീരത്തിൽ നിന്ന് രക്തമൊക്കെ പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്കൊരു ടോണിക്ക് കൊണ്ടു തന്നില്ലേ? ഇപ്പൊ പെറ്റി കിടക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ ഈ ടോണിക് ഉണ്ടെങ്കിൽ ആ ടോണിക്കിന്റെ കുപ്പി എടുക്കുക, പുറത്തൊന്ന് നോക്കുക. അതിന്റെ കണ്ടന്റ് ഉണ്ടാവും. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ടോണിക്കിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള ചേരുവ. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 18% മുതൽ 20% വരെ അതിൽ ബ്രാൻഡി ഉണ്ടാവും ഈ ടോണിക്കിന്. എന്തിനാണ്?
ശരീരത്തിലെ രക്തം കൂടാൻ. അപ്പൊ ഒരുത്തം വിചാരിച്ചു ഓന്റെ ഭാര്യ പ്രസവിച്ചപ്പോ ഓളൊന്ന് ഉസാറാക്കാൻ ഓലെന്ത് ചെയ്തു അറിയോ, ഒരു കുപ്പി ബ്രാൻഡി വാങ്ങി കൊടുത്ത് ഓക്ക് പിരാന്തായി. ആ പിരാന്തിന്റെ പേരാണ് RSS, ആ പിരാന്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി, ആ പിരാന്തിന്റെ പേരാണ് കാസ. അതാ ഗോവിന്ദ മാഷ് പറഞ്ഞു, മതം വേറെ, മതവിശ്വാസം വേറെ, മതവർഗീയവാദികൾ വേറെ, രണ്ടും രണ്ടാ.